നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഓരോ ഭീകരനെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും തെരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുമെന്നും ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ശിക്ഷ നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ഇന്ന് രാജ്യം അത് നടപ്പാക്കി തുടങ്ങി. ബന്ദിപ്പോറയിൽ ലഷ്കർ ഇ തോയ്ബ കമാൻഡറെ വധിച്ചു. അൽതാഫ് ലല്ലി എന്ന ഭീകരനാണ് കൊല്ലപ്പെട്ടത്. ആക്രമണം നടത്തിയ 2 ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിൽ തകർത്തു. നിയന്ത്രണ രേഖയിലെ പ്രകോപനങ്ങൾക്കും ശക്തമായി തിരിച്ചടി നൽകുന്നു സൈന്യം. ഭീകരരെ പോറ്റി വളർത്തിയെന്ന് കുറ്റസമ്മതം നടത്തിയ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും പഹൽഗാമിൽ നരനായാട്ട് നടത്തിയ ഭീകരരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിച്ച ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാറും എന്താണ് പാകിസ്ഥാൻ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ലെന്ന മോദിയുടെ വാക്കുകൾ യാഥാർത്ഥ്യമാക്കാൻ അമിത്ഷായുടെ വസതിയിൽ തന്ത്രങ്ങൾ ഒരുങ്ങുകയാണ്. നദീജല കരാർ മരവിപ്പിക്കുന്നത് യുദ്ധസമാനമെന്ന് കരുതുന്ന പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഭയപ്പാടിലാണോ? പഹൽഗാമിന് പകരം ചോദിക്കാൻ യുദ്ധം അനിവാര്യമോ? പരിശോധിക്കാം. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ PM നാരായണൻ, മാധ്യമപ്രവർത്തകൻ, ശ്രീ ഇന്ദ്രബാലൻ, റിട്ടയർഡ് മേജർ ജനറൽ, ശ്രീ വേണു രാജാമണി, നയതന്ത്ര വിദഗ്ധൻ, ശ്രീ TK രാജ്മോഹൻ, NIA മുൻ SP, ശ്രീ ഫാബിയാൻ, നയതന്ത്ര വിദഗ്ധൻ എന്നിവരെ പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം PJ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധനും നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേരും. ആദ്യം നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ TK രാജ്മോഹനാണ്. ശ്രീ TK രാജ്മോഹൻ, ഇന്ന് 2 പേരുടെ വാക്കുകളാണ് പാകിസ്ഥാനിൽ നിന്നും വരുന്നത്. ഒന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്, മറ്റൊന്ന് ഉപപ്രധാനമന്ത്രി. ഇവരുടെ 2 പേരുടെയും വാക്കുകൾ ഈ സംഭവത്തിന് പിന്നിലെ പാകിസ്ഥാന്റെ ബന്ധം തുറന്ന് സമ്മതിക്കുന്നതാണോ? പാകിസ്ഥാന് നയതന്ത്ര തലത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള തിരിച്ചടി ഇന്ത്യ ഇതിനകം നൽകി കഴിഞ്ഞിരിക്കുന്നു. അത് പ്രാവർത്തികമാക്കാനുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുന്നു. അതിനുമപ്പുറം ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ അതിനും വലിയ ഒരു സൈനിക നടപടിക്കുള്ള ഒരുക്കത്തിലാണോ രാജ്യം? അല്ല, നമ്മുടെ വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നതും പാകിസ്ഥാന്റെ ഈ 2 പ്രമുഖ ആൾക്കാർ പറഞ്ഞ അഭിപ്രായം കേട്ടാൽ പാകിസ്ഥാൻ ഭീകരവാദം വളർത്തുന്നൊരു രാജ്യമാണെന്നും അത് ഭീകരവാദം സ്പ്രെഡ് ചെയ്യുന്ന രാജ്യമാണെന്നും അവർക്ക് ഇന്നലെ ഉണ്ടായ ഈ ഉണ്ടായ ആക്രമത്തിൽ യാതൊരു ഒരു ഇതുമില്ല, ഒരു എന്താ പറയേണ്ടത്, തീരെ അതിനോടൊരു വളരെ കാഷ്വലായി എടുത്തിരിക്കുകയാണ്. അവർ കരുതിയിരിക്കുകയാണ് ഇത് വളരെ കാഷ്വലായിട്ടുള്ള കാര്യമാണെന്നല്ല. നമ്മുടെ ആദരണീയ നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞു തന്നെ, നമ്മുടെ ആത്മാവിനേറ്റ മുറിവാണിത്. അത് സാധാരണ കാര്യമൊന്നുമല്ല. കാരണം നിരപരാധികളായ കുറേ ആൾക്കാർ, അതായത് വെറും ടൂറിസ്റ്റുകളായി വന്ന, അവർക്ക് ഒരു എൻജോയ്മെന്റ് വന്ന ആൾക്കാരാണ്, അവരെയാണ് വെടിവെച്ചിട്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഈ ആക്ഷൻ, ഇത്തരത്തിലുള്ള ഭീകരവാദം, ടെററിസം, ഇത് ഇന്ത്യയുടെ ആത്മാവിനേറ്റ ഒരു മുറിവാണ്. ഇത് അടുത്ത കാലത്തൊന്നും ഒഴിഞ്ഞു മാറില്ല. അപ്പോൾ ഇതിന് മതിയായ ശരിയായ തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടി അത് അദ്ദേഹം ഇന്നലത്തെ സ്പീച്ചിൽ നമ്മൾ ആദരണീയ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കതൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഇത് ഒരു മേജർ അറ്റാക്ക് മൂന്നാമത്തെ അറ്റാക്കാണിത്. ഒന്നാമത്തെ നമുക്കെല്ലാം ഉറിയായിരുന്നു ഫസ്റ്റ്. അന്നും ഈ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ ആദരണീയ പ്രൈം മിനിസ്റ്റർ അന്ന് എനിക്ക് തോന്നുന്നു അന്ന് കാലിക്കറ്റാണ് അദ്ദേഹം വന്ന് പ്രസ്താവന നടത്തിയെന്ന് തോന്നുന്നു. കാലിക്കറ്റ് നിന്ന് പബ്ലിക് മീറ്റിംഗ് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞതിന് അതിനെന്താ തിരിച്ചടി അന്ന് നമ്മൾ കൊടുത്തതാണ്. അതിനുശേഷമാണ് ഈ 2ാമത്തെ അറ്റാക്ക് ഉണ്ടായത്. 2ാമത്തെ അറ്റാക്കിൽ നമ്മളെ കുറേ ആൾക്കാർ മരിച്ചു. അതിന് നമ്മൾ തിരിച്ചടി കൊടുത്തു. അന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതും അതേപോലെ ഓപ്പറേഷൻ നമ്മൾ നടത്തി. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 3ാമത്താണ്. അപ്പോൾ ഇതിലും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഇന്നലത്തെ സ്പീച്ച് ഇംഗ്ലീഷിലും കൂടിയായിരുന്നു. അതായത് ഇറ്റ് ഈസ് അഡ്രസ് ടു വേൾഡ് കമ്മ്യൂണിറ്റി. അതായത് നമ്മൾ തിരിച്ചടിക്കും, അതേസമയം എല്ലാവരും സപ്പോർട്ടും കിട്ടിക്കൊണ്ട് നമ്മൾ തിരിച്ചടിക്കും. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മതിയായ ഒരു തീരുമാനങ്ങളൊക്കെ ഡ്യൂ കോഴ്സിൽ വരും. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു തിരിച്ചടി തന്നെയാണ്. ആ തിരിച്ചടി നമുക്കൊക്കെ ഇന്ത്യക്കാർക്ക് ആഹ്ലാദം ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ നിരപരാധികളായ കുറെ ആൾക്കാരാണ് മരണപ്പെട്ടിരിക്കുന്നത്.
നിരപരാധികളായ ഈ ആൾക്കാർ മരണപ്പെടുമ്പോൾ അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറെ സംസ്ഥാനക്കാരാണ്. അവർ എൻജോയ് ചെയ്യാൻ വന്നതാണ്, അവരുടെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. അവരുടെ നേർക്കാണ് ഈ ബ്രൂട്ടലായിട്ടൊരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. അതിന് മതിയായ ഒരു അറ്റാക്ക് ഉണ്ടാവും. അതിനാണ് ഇപ്പം ഇന്ത്യ ഗവൺമെന്റ് ട്രൈ ചെയ്യുന്നത്. അത് ഡിപ്ലോമാറ്റിക് വേയിൽ കൂടി ഇപ്പം ഡിപ്ലോമാറ്റിക് സൈഡിൽ നമ്മൾ ഇന്നലെ കുറെ തീരുമാനങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത് അത് ഡിപ്ലോമാറ്റിക് സൈഡിൽ കൂടി കുറെ ചെയ്യും. കൂടാതെ മിലിറ്ററി ലെവലിലും നമ്മുടെ ആം ഫോഴ്സ് ലെവലിലും പല കാര്യങ്ങളും പല ഓപ്പറേഷൻസും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻസ് അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് മതിയായ, അതായത് പ്രധാനമന്ത്രി ഭാഷ പറഞ്ഞ മൂത്തോട് ജവാബ്. അതാണ് അതിന് അവർക്ക് മറക്കാത്ത ഒരു പ്രതിവിധി, ഒരു മറുമരുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. തീർച്ചയായും അത് വരുന്ന ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കാം. അത് എങ്ങനെയാണ് എന്താണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ആംഡ് ഫോഴ്സ്, നമ്മുടെ പൊളിറ്റിക്കൽ ഹെഡാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്, നമ്മളെല്ലാവരും സാധാരണ ഇന്ത്യക്കാരെന്നല്ല നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഈ അവിടെ മതിയായ ഒരു തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടി പാകിസ്ഥാൻ ഒരിക്കലും മറക്കില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഒരു പുതിയ അവരെ ആർമി ചീഫ് വന്നിട്ടുണ്ട്. ആ ആർമി ചീഫ് വെറും ഒരു ആർമി ചീഫിന്റെ അയാളുടെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പത്തെ പ്രസംഗം നമ്മളൊക്കെ യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ ആ പ്രസംഗം നമ്മൾ കേട്ടതാണ്. അത് അത്തരത്തിൽ പ്രസംഗിക്കുന്ന അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള, അതായത് അവർ പറഞ്ഞിരിക്കുകയാണ് ജമ്മു ആൻഡ് കശ്മീർ അവരുടെ ജീവനാഡിയാണെന്നാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അത് ഒരു പരസ്യമായിട്ട് ഒരു പബ്ലിക് മീറ്റിംഗിൽ, അതായത് ഈ ഓവർസീസ് പാകിസ്ഥാനീസിന്റെ മീറ്റിംഗിൽ അവിടുത്തെ ചീഫ് ഓഫ് ആർമി പറഞ്ഞിരിക്കുകയാണ് അത് നമ്മുടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഹാർഡ് സ്റ്റേറ്റ് ആണ്. അതായത് അവിടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഹിന്ദു മുസ്ലിം എന്നൊരു വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഒരു പബ്ലിക് സ്പീച്ചിലാണ് പറയുന്നത്. നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അങ്ങനത്തെ ആഗ്രഹം നമ്മൾ ചിന്തിക്കാൻ പറ്റും? ഇന്ത്യയിൽ ഓവർസീസിന്റെ ഒരു മീറ്റിംഗിൽ ഇങ്ങനെ ആംഡ് പോലീസിന്റെ നമ്മൾ ആർമിയുടെ ചീഫ് വന്ന് സംസാരിക്കുമോ? ഇല്ല. നമ്മളതിന്റെ പ്രോട്ടോകോൾ പാലിക്കും. നമ്മുടെ ആം ബറ്റാലിയനും ആംഡ് ഫോഴ്സ് അതിൻ്റെതായ എല്ലാ പ്രോട്ടോകോളും പാലിക്കും. പക്ഷെ ഇന്ന് നമ്മൾ ആ പ്രസംഗം കേട്ടതാണ്. അത് തന്നെ പറയാണ് അവര് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ടെററിസം ബ്രീഡിംഗ് സെന്ററാണ് പാകിസ്ഥാൻ. സ്പെഷ്യലി ആസാദ് നമ്മുടെ ബോർഡർ ഭാഗത്തിൽ ബ്രീഡിംഗ് സെന്ററാണ്. ഈ ജെയ്ഷെ മുഹമ്മദ് ആയാലും LET ആയാലും ലഷ്കർക്കായാലും ബാക്കി എല്ലാവർക്കും ഫുൾ സപ്പോർട്ടും അവിടെ ബ്രീഡിംഗ് സെന്ററായിട്ട് അവർ തീർത്തിരിക്കുകയാണ്. അവിടുന്നാണ് പാകിസ്ഥാനിലെ ആൾക്കാർ അവരൊക്കെ ഇത് ട്രെയിൻ ചെയ്തിട്ട് നമ്മളെ പതുക്കെ കടത്തി വിടുകയാണ് ഇവിടത്തേക്ക്. അപ്പോൾ അവർ ചെയ്യുന്ന ആ ബ്രീഡിംഗ് സെന്റർ തന്നെ അവർ ചെയ്യുന്ന ഈ ആക്ടിവിറ്റീസ് അതാണ് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിന് മതിയായ ഒരു പ്രതിവിധി, മതിയായ ഒരു മറുപടി തീർച്ചയായിട്ടും ഉണ്ടാവും. അത് വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് നമുക്ക് അതിനൊരു പരിധി നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ആദരണീയായ പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും തിരിച്ചടി ഉണ്ടാവും. അതിന് റൂട്ട് കോസിൽ പോകുന്ന പറഞ്ഞിരിക്കുന്നത്. ആരാണോ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അവർ ചെയ്ത ആളെ മാത്രമല്ല, അതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ ബാക്കപ്പ്, അതിന്റെ ലാസ്റ്റ് കണ്ണി വരെ നമ്മൾ അറ്റാക്ക് ചെയ്യും. ആ കണ്ണിയെ കൂടി നമ്മൾ അകത്താക്കുക എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മതിയായ ഒരു തിരിച്ചടി തന്നെയാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ ആ ശബ്ദവും ഇന്ത്യയുടെ ആ പ്രസക്തിയും ഇന്ത്യയുടെ അഭിമാനവും കാത്തുസൂക്ഷിക്കുന്ന തരത്തിൽ തന്നെയുള്ള ഒരു തിരിച്ചടിയൊക്കെ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ PM നാരായണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ PM നാരായണൻ, പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായ മറുപടി നൽകും. അത് നയതന്ത്ര തലത്തിൽ ഒതുങ്ങുന്നത് മാത്രമാകില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനകളായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഒരു മിലിറ്ററി ഓപ്പറേഷൻ ഉണ്ടാകും എന്നതിൻ്റെ വ്യക്തമായ സൂചനകളായി അതിനെ പലരും വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ഖ്വാജ ആസിഫും ഇഷാഖ് ദാറുമൊക്കെ പ്രകോപനപരമായ അവരുടെ പ്രസ്താവനകൾ നടത്തുന്നതും നമ്മൾ കാണുന്നു. ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള പങ്ക് എന്താണ്, പാകിസ്ഥാന്റെ പങ്ക് എന്ന് കൂടുതൽ വെളിവാവുകയാണ്. പഹൽഗാമിൽ നരനായാട്ട് നടത്തിയവരെ സ്വാതന്ത്ര്യ സമര സേനാനികളോട് ഉപമിക്കുന്നു. ഇതൊക്കെ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണോ? ഒരു സൈനിക നടപടി എന്നത് അനിവാര്യമാക്കുന്നോ, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ടോ പാകിസ്ഥാന്റെ ഈ പ്രകോപനങ്ങൾ? ഈ ഭീകരവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിക്കുന്നത് പാകിസ്ഥാന്റെ ഒരു പാരമ്പര്യമാണ്.
അതായത് മുഷറഫിന്റെ കാലത്തും അതിനു മുമ്പും തുടങ്ങിയതാണത്. അതായത് കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് അവിടെ വന്നതെല്ലാം സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് മുഷറഫ് പറഞ്ഞിട്ടുണ്ട്. ഇനി ബോംബെയിൽ വന്ന് അറ്റാക്ക് ചെയ്തതും സ്വാതന്ത്ര്യ സമര സേനാനികൾ. അപ്പൊ അതുകൊണ്ട് അതിന് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നത് ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക്, ഒരു ഫ്രണ്ടൽ അറ്റാക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ വളരെ കൂടുതലായിട്ട് കാണുന്നില്ല. അതിനുള്ള 2-3 കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അത്തരത്തിലുള്ളൊരു ആക്രമണത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ പാകിസ്ഥാനെ മെരുക്കിയെടുക്കാൻ തക്കവണ്ണം ഇന്ത്യ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ ഇപ്പോഴും നിൽക്കുന്നത് ഒരു 2000-ലും അല്ല 2002-ലൊക്കെയാണ്. അതായത് മറ്റേ പാർലമെന്റ് അറ്റാക്കിന്റെ സമയത്തോ അല്ലെങ്കിൽ ബോംബെ അറ്റാക്ക് ചെയ്ത സമയത്തുള്ള ഒരു ഇന്ത്യയാണ് പാകിസ്ഥാൻ ഇപ്പോഴും കാണുന്നത്. പക്ഷെ ഇന്ത്യ അതിൽ നിന്നെല്ലാം ഒരുപാട് നടന്ന് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പ്ലിസിറ്റ് അറ്റാക്ക് ഇല്ലാതെ തന്നെ പാകിസ്ഥാനെ മെരുക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾസും ടെക്നിക്സും ഇന്ത്യയുടെ കൈവശം ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനുള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഈ സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്തത്. അതായത് വെള്ളം എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചും വലിയ ഒരു പ്രതിസന്ധിയാണ് അവിടെ. പ്രത്യേകിച്ചും പഞ്ചാബ് സിന്ധ് മേഖലയിൽ വെള്ളത്തിന്റെ ദൗർബല്യം വന്നു കഴിഞ്ഞാൽ മൊത്തം അവരുടെ അഗ്രികൾച്ചർ സിസ്റ്റം പ്രശ്നങ്ങളാവും. ഇത് വലിയൊരു ആയുധമാണ്. ഇത് കൂടാതെ തന്നെ ഇപ്പം പാകിസ്ഥാനിലെ ഇന്റേണൽ പൊളിറ്റിക്സ് വളരെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. പാകിസ്ഥാൻ ഒരു കാലത്ത് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ ബോർഡറിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം താലിബാൻ അവരുടെ സുഹൃത്തുക്കളായിരുന്നു, എല്ലാം ഭായി ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. താലിബാൻ ഭായി അല്ല. അതായത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നമുക്കെല്ലാം സുഖമായി ജീവിക്കാം എന്നുള്ളത് കരുതിയിരുന്ന പാകിസ്ഥാൻ ഇപ്പം ഭയങ്കര പ്രശ്നത്തിലാണ്. പാകിസ്ഥാന്റെ വെസ്റ്റേൺ പടിഞ്ഞാറൻ ബോർഡർ മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാനിൽ നടന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു തീവണ്ടിയാണ് റാഞ്ചി കൊണ്ടുപോയത്. ഖൈബർ പഖ്തൂൺഖ്വയിൽ നടക്കുന്ന നമുക്കറിയണം. തെഹരീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്നൊരു സാധനമുണ്ട്. അത് പാകിസ്ഥാൻ ആർമിയുടെ ബദ്ധശത്രുക്കളാണ്. എന്ന് വെച്ചാൽ പാകിസ്ഥാനകത്തുള്ള ഇന്റേണൽ വൈരുദ്ധ്യങ്ങളെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതേ സംഗതിയാണ് നമ്മൾ പാകിസ്ഥാൻ വളരെ കാലമായിട്ട് 10-70 കൊല്ലമായിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു എക്സ്പ്ലിസിറ്റ് യുദ്ധം 1971 ശേഷം പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതൊന്നും അവർ പഠിച്ചതാണ്. ഇന്ത്യക്കെതിരെ ഒരു മിലിറ്ററി ഓപ്പറേഷനിലൂടെ ജയിക്കാൻ സാധ്യമല്ല. അപ്പൊ എന്താണ് പറഞ്ഞത്? നമ്മൾ 1000 കട്ടുണ്ടാക്കി അതിൽ നിന്നെല്ലാം ചോര വാർന്നൊഴുകി ഇന്ത്യയെ കൊല്ലാൻ വിടുക എന്നുള്ളതാണ്. ഇതേ തന്ത്രം തിരിച്ചുപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഇന്ന്. അതിന്റെ ഒരു ഒട്ടനവധി സാധ്യതകളുണ്ട്. ഞാൻ ഇത് തന്നെ പറയാൻ പറ്റും. ഇപ്പൊ കാശ്മീരിലെ ഈ 370-ാം വകുപ്പ് മാറ്റിയതിനു ശേഷം കാശ്മീർ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ വലിയതാണ്. അപ്പൊ നമ്മളൊക്കെ പോയിട്ടുണ്ട് കാശ്മീരിൽ. ഞാൻ ഇതിന്റെ റിപ്പോർട്ടിങ്ങിനെല്ലാം ഇതിനു മുമ്പും 2005 മുതൽ 2000 മുതലേക്ക് പോകുന്നുണ്ട് അവിടെ. അപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളിൽ കാശ്മീരിലുണ്ടായ മാറ്റങ്ങൾ വളരെ വലുതാണ്. ഇപ്പം ഇന്നലത്തെ ആക്രമണത്തിന് ശേഷവും കാശ്മീർ താഴ്വരയിൽ ഇന്നലെ ഉണ്ടായിരുന്ന ബന്ദ് അത് വലിയൊരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ വിക്ടിംസിനൊപ്പം ചേർന്ന് വന്നുകൊണ്ട് ആ കാശ്മീരി ജനത ഒറ്റക്കെട്ടായി നടത്തിയ ബന്ദ് എന്നുള്ളത് വലിയൊരു സൂചന നമുക്ക് തരുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമുക്ക് നടക്കുന്നതാണ്. ആസാദി വിളിച്ചു നടന്ന പിള്ളേരാണ് അതെല്ലാം. നമുക്കറിയാവുന്ന ഒരു 5 വർഷം മുമ്പ്. കാരണം സാമ്പത്തികമായി വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ വന്ദേ ഭാരത് ട്രെയിൻ ശ്രീനഗർ വരെ എത്തുന്നുണ്ട്. ഇങ്ങനെ ആ മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ വരുന്നത് കൊണ്ട് തന്നെ ഈ കാശ്മീർ പ്രശ്നം എന്നത് പ്രശ്നമല്ലാതായി പോകുമോ എന്നുള്ള ഭയത്തും കൊണ്ടാണ് ഇത്രയും വീക്കായിട്ട് ടൂറിസ്റ്റുകളുടെ മേലെ പാകിസ്ഥാൻ വെടിവെച്ചത്. അതല്ലാതെ വേറൊരു കാര്യമില്ല ഇതിനകത്ത്. കാരണം കാശ്മീർ പ്രശ്നത്തെ പ്രശ്നമാക്കി നിലനിർത്തുക എന്നുള്ളത് പാകിസ്ഥാന്റെ ആവശ്യമാണ്. കാശ്മീരി ജനത തന്നെ ഇതൊരു വലിയ പ്രശ്നമല്ലാതെ അവർക്ക് വലിയ പ്രശ്നമല്ല എന്ന് തോന്നി തുടങ്ങുകയാണെങ്കിൽ ആ നിമിഷം പാകിസ്ഥാന്റെ ഈ എല്ലാ സ്ട്രാറ്റജിയും ഇല്ലാതാവും. ഇത് മാത്രവുമല്ല, ഇന്ത്യ ഇപ്പൊ തന്നെ വളരെ ആവർത്തിച്ച് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഇന്ത്യ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്നത് ഇന്ത്യയുടെ ഭാഗമാണ്. അത് ഇന്ത്യ മുൻപ് പറയുന്നതല്ല, ഇന്ത്യയുടെ പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു കാര്യമാണത്. പക്ഷെ അത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ലണ്ടനിൽ നടന്ന പ്രസ് കോൺഫറൻസിൽ ജയശങ്കർ അതോട് ഒരു പാകിസ്ഥാനി ജേർണലിസ്റ്റിന്റെ ചോദ്യത്തിനായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ടത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഓക്കെ, ഒരു അറ്റാക്ക്, ഒരു ഫ്രണ്ടൽ അറ്റാക്ക് അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലാതെ തന്നെ പാകിസ്ഥാനെ മെരുക്കിയെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. പക്ഷേ മേ ബി ചില അക്രമങ്ങൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ദേശത്ത് അത്രയും വലിയ ഒരു വൈകാരത്തിന്റെ വേലിയേറ്റം നടക്കുന്ന സമയത്ത് ചിലപ്പം ഭരണാധികാരികൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല എന്ന് വരും. അതിനപ്പുറം കവിഞ്ഞ് നമുക്ക് ഈ
ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള തോന്നൽ ഉണ്ടെങ്കിൽ അത് അസ്ഥാനത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ഒരു യുദ്ധത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകില്ല എന്ന സൂചനകൾ അദ്ദേഹം തരുന്നു. ശ്രീ ടി കെ രാജ്മോഹൻ, താങ്കൾ എങ്ങനെയാണ് ആ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? നമുക്കറിയാം, ഉറിക്ക് പകരം ഉണ്ടായ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, പുൽവാമ ഭീകരാക്രമണം, അത് ഉറി സർജിക്കൽ സ്ട്രൈക്ക് ഏതാണ്ട് 10 ദിവസത്തിനകം നടക്കുന്നു. പുൽവാമയുടെ തിരിച്ചടി 12ാം ദിവസമാണ് ഇന്ത്യ നൽകിയത് ബലാക്കോട്ടിൽ. അപ്പോൾ അതിലും വലിയ മുറിവാണ് ഇന്ത്യക്ക് പഹൽഗാമിൽ ഏറ്റിരിക്കുന്നത്. അതിന് തിരിച്ചടി ഉണ്ടാകും എന്നത് അമിത്ഷായും രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയും വ്യക്തമായും സൂചിപ്പിച്ചു കഴിഞ്ഞ സാഹചര്യവുമുണ്ട്. ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം എന്നതിനപ്പുറം അതൊരു യുദ്ധം, ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് എത്തുമോ? അതിനുള്ള സാധ്യതകളുണ്ടോ? നമുക്ക് ആദ്യം അനലൈസ് ചെയ്യാം യുദ്ധത്തിന്റെ കാര്യം. യുദ്ധം എന്ന് പറയുന്നത് ആരും ഒരു വേൾഡ് കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഇന്ത്യയോ ആരും ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് യുദ്ധം എന്നൊക്കെ പറയുന്നത്. ദാറ്റ്സ് എ ഡിഫറെന്റ് മൈൽ സ്റ്റോൺ തന്നെ കിടക്കുന്ന സംഗതിയാണ്. യുദ്ധത്തിന് പിന്നെ നമ്മൾ തയ്യാറായാൽ തന്നെ പാകിസ്ഥാൻ വളരെ വളരെ ശുഷ്കിച്ചൊരു രാഷ്ട്രമാണ്. ഇന്ത്യയോട് യുദ്ധം ചെയ്യേണ്ട ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ല. അവരപ്പം തന്നെ ഓടി ലോകരാഷ്ട്രത്തിനടുത്തും UN-ന്റെ അടുത്ത് പോയിട്ട് അവിടെ പോയിട്ട് അവിടെ കരഞ്ഞു പിടിക്കും അവർ. അപ്പൊ യുദ്ധം എന്ന് പറയുന്ന കാര്യം ഒരു ഫ്രണ്ടൽ അറ്റാക്ക്, അതായത് നേർക്കുന്ന അറ്റാക്കിന് നമ്മൾ തയ്യാറായാൽ തന്നെ പാകിസ്ഥാൻ ചെയ്യുന്ന ഞാനൊന്നും ഒരിക്കലും കരുതുന്നില്ല. കാരണം അവരുടെ കപ്പാസിറ്റി ഇല്ല. ഇന്ന് പക്ഷേ ഈ ഖാജ ആസിഫ് ഇന്ന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇത് ഒരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്ന സാഹചര്യമാണ് പാകിസ്ഥാന് മുന്നിൽ കാണുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അതന്നെ അവർ വിടുവായത്വം. കാരണം പാകിസ്ഥാൻ നിലനിൽപ്പ് തന്നെ ചുമ്മാ വിടലാണ്. കാരണം അവിടെ ഇപ്പൊ വലിയ പ്രശ്നം നടക്കുകയാണ്. കാരണം ഒരു ഭാഗത്ത് പബ്ലിക് സപ്പോർട്ടുള്ള ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാൻ, മറ്റേ ഭാഗത്ത് ഇപ്പോൾ മിലിറ്ററിന്റെ ഹെഡായ ഈ സോക്കോൾഡ് മിലിറ്ററി മാൻ. അപ്പൊ അതിന്റെ അടിയിൽ കിടന്ന് ഈ നവാസ് ഷെരീഫിന്റെ അനുജൻ അങ്ങനെ ഇടയ്ക്ക് ഷെരീഫ് ജാമായി കിടക്കുകയാണ്. അപ്പൊ അവിടെ ആകെ വരുന്ന റിപ്പോർട്ടുകൾ തന്നെ പബ്ലിക് സപ്പോർട്ട് ഇപ്പോഴും മെജോറിറ്റി ഓഫ് ദ പബ്ലിക് സപ്പോർട്ട് ചെയ്യുന്നത് ഇമ്രാൻഖാൻ തന്നെയാണ്. അപ്പൊ അവിടെ ഈ മിലിറ്ററിന്റെ ചീഫും ഇമ്രാൻഖാൻ തമ്മിൽ ഫൈറ്റ് ആണ്. ഈ രണ്ടാമത് വീണ്ടും കേസ് വന്നത്, ഇമ്രാൻഖാന്റെ ഭാര്യയുടെ പേരിൽ കേസ് വന്നതും അങ്ങനെ വീണ്ടും ജയിലിലിടുന്നതും ഒക്കെ ഇതിന്റെ ഒരു ബാക്കി പത്രമാണ്. അപ്പൊ പാകിസ്ഥാൻ ഞാൻ പറഞ്ഞല്ലോ വളരെ വളരെ നമ്മൾ ഇന്ത്യയുടെ ലെവലിൽ നോക്കുമ്പോൾ പാകിസ്ഥാൻ നമുക്ക് ഒരു സ്മോൾ ഫ്ലൈ ആണ് നമുക്ക്. അപ്പൊ ആ നിലയിൽ ഒരു വാറ് പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് അങ്ങനെ വല്ലതും നമ്മൾ ഇന്ത്യ ഭാഗത്തുനിന്ന് മൂവ് ഉണ്ടായാൽ തന്നെ ഈ പാകിസ്ഥാൻകാർ ഓടിച്ചെന്ന് എവിടേക്ക് ചെന്ന് കാല് പിടിച്ച് അങ്ങനെ ഒരു മധ്യസ്ഥത്തിന് ട്രൈ എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് അതല്ല. പക്ഷെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഈ പുൽവാമ ഇഷ്യൂവിന് ശേഷം ഉണ്ടായ ഒരു സർജിക്കൽ സ്ട്രൈക്ക്. ഈ സർജിക്കൽ സ്ട്രൈക്ക് പൊതുവെ ഉണ്ടാവാറുണ്ട്, പബ്ലിസൈസ് ചെയ്യാറില്ല. പക്ഷെ ഈ പുൽവാമയ്ക്ക് ശേഷം സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യക്കാർ ഏറ്റെടുത്തൊരു സർജിക്കൽ സ്ട്രൈക്കാണ്. കാരണം ഇങ്ങനെയൊക്കെ വേണം, നമ്മൾക്കും ഇങ്ങനെയൊക്കെ ആവും, നമ്മളൊക്കെ ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ ഇന്ത്യക്കാർ ഏറ്റെടുത്തൊരു സർജിക്കൽ സ്ട്രൈക്കാണ്. അതുമാതിരി ഒരു സ്ട്രൈക്കോ സം സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ സം ആക്ഷൻ, സം മിലിറ്ററി ആക്ഷൻ, സം ആക്ഷൻ അത് പ്രതീക്ഷിക്കുന്നത് നമ്മളെല്ലാ ജനങ്ങളും. ഇപ്പം പൊതുവെ മൊത്തത്തിൽ നമ്മളെ ഇന്ത്യക്കാർക്ക് അങ്ങനെ പാകിസ്ഥാൻ ഈ ടെറർ ബ്രീഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണെന്നും ടെറർ കച്ചവടം ചെയ്യുന്നത്, അവർക്ക് മെയിൻ കച്ചവടം തന്നെ ഈ ടെററിസം, ഭീകരതയാണ്. ആ ഭീകരതയിലാണ് അവരെല്ലാ ഏരിയയിലും ഭീകരത തന്നെ. ഒരു ഭാഗത്ത് അവരെ ഏത് ഫ്രോണ്ടിയർ നോക്കിയാലും ഭീകരത മാത്രമേ ഉള്ളൂ. ആ ഭീകരതയും വിടുവായുത്വം കൊണ്ട് ഒരു രാജ്യം എത്രകാലം മുന്നോട്ട് പോകും? അവരിപ്പോഴും പറയുന്നത് നമ്മളും പാകിസ്ഥാനും ഇന്ത്യയും ബായി അല്ല, പാകിസ്ഥാനും ഇന്ത്യനും ഹിന്ദു മുസ്ലിമാണെന്നാണ് അവിടുത്തെ. പാകിസ്ഥാൻ ഒരു ഹാർഡ് കൺട്രി എന്നാണ് പറയുന്നത്, ഹാർഡ് കൺട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ഇന്ത്യയും പാകിസ്ഥാനിലെ വ്യത്യാസം തന്നെ അത് രണ്ട് ഫോം ചെയ്തിരിക്കുന്ന രണ്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. എന്ത് ബാലിഷ്യമാണ്. അപ്പം ഈ പാകിസ്ഥാൻകാര് ഇപ്പോഴും നമ്മളെ ലെവലിലുള്ള ഒരു കൺട്രിയേ അല്ല. ഒരു വാറ് വന്നാൽ അപ്പോൾ ഒരു വാറിനുള്ള ഒരു ചാൻസ് കുറവാണെന്ന് ഞാനൊക്കെ കാണുന്നത്. പക്ഷേ ഒരു ആക്ഷൻ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തൊരു ആക്ഷൻ ഉണ്ടാവും. നമ്മുടെ ആദരണീയ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും ഒക്കെ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയാണ്. അതിൽ തന്നെ മതിയായ എല്ലാ ഇന്ത്യക്കാർക്കും സന്തോഷപ്രദമായ തരത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ അതുമാതിരിയുള്ള ആക്ടിവിറ്റീസ് തീർച്ചയായും ഉണ്ടാകും. അപ്പം അതേസമയം നമ്മളിപ്പം ഡിപ്ലോമാറ്റിക് ചാനലിലുള്ള ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ വരുമ്പോൾ അതിപ്പം ഈ വാട്ടറിന്റെ പ്രശ്നമായാലും ശരി,
ബാക്കി ട്രേഡ് ആയാലും ശരി. കാരണം പാകിസ്ഥാനിലെ ഈ ഇഷ്യൂ വന്നപ്പം തന്നെ പാകിസ്ഥാന്റെ ഈ അവിടുത്തെ ഫൈനാൻസ് ഒക്കെ വളരെ ഡൗൺ ആയിപ്പോയി. അവിടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്നലെ മിഞ്ഞാന്ന് സ്റ്റോക്ക് മാർക്കറ്റ് 15-20% ഡൗൺ ആയത്. അപ്പൊ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിൽ വെള്ളം കിട്ടാതാകുമ്പോഴും പാകിസ്ഥാനിലെ ജനങ്ങൾ ചോദിക്കും ഗവൺമെന്റിനോട്, എന്താണ് നിങ്ങൾ ഒന്നും ചെയ്യാത്തത് എന്ന് ഗവൺമെന്റിനെ കൊണ്ട് ജനങ്ങൾ ചോദിക്കുന്ന ലെവലിലെത്തും. കാരണം അവരുടെ പോപ്പുലർ ലീഡർ, അവിടുത്തെ പാകിസ്ഥാനിലെ പോപ്പുലർ ലീഡർ ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിനകത്താണ്. അയാളുടെ കൂട്ടത്തിലാണ് കൂടുതൽ ആൾക്കാരുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചോദിക്കും, അതും ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ പാകിസ്ഥാൻ എന്തായാലും ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടിയിട്ടും മിലിറ്ററി ചാനലിൽ കൂടിയിട്ടും നമ്മൾ ഞെരുക്കി വന്നാൽ തീർച്ചയായിട്ടും അതിന് ബദലായ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ ഇന്ത്യ ഗവൺമെന്റ് ഭാഗത്ത് തീർച്ചയായും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം വേണു രാജാമണി, നയതന്ത്ര വിദഗ്ധൻ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വേണു രാജാമണി, വെടിനിർത്തൽ കരാർ റദ്ദാക്കിയേക്കും ഇന്ത്യ എന്ന തരത്തിലുള്ള ചില സൂചനകളൊക്കെ വന്നിരുന്നു. സ്ഥിരീകരിക്കപ്പെടുന്നില്ല എങ്കിൽ പോലും അതിർത്തിയിൽ വലിയ രീതിയിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പ്രകോപനം ഉണ്ടാകുന്നിടത്തൊക്കെ ഇന്ത്യൻ സൈന്യം ശക്തമായ മറുപടി നൽകുന്നു എന്ന വിവരമാണ് വരുന്നത്. ഏതാണ്ട് 2000-ഓളം പേരെ ഇതിനകം ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, ഭീകരബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നവരുമായി ബന്ധപ്പെട്ട്. ഈ ബന്ദിപ്പോറിൽ ഒരു കമാൻഡറെ വധിച്ചു. ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ബന്ധമുള്ള 2 പേരുടെ വീടുകൾ തകർത്തു. അപ്പോൾ കൃത്യമായ മറുപടി, ഭീകരരുടെ അടിവേരറുക്കുന്ന, അവരിലേക്ക് എത്തുന്ന, അതിന് പിന്നാലെ പ്രവർത്തിച്ച എല്ലാവരെയും കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്പറേഷൻ രാജ്യത്ത് നടക്കുന്നു എന്നാണോ താങ്കൾ കരുതുന്നത്? ഇതിനോടകം നയതന്ത്ര തലത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതിനുമപ്പുറത്ത് ഒരു സൈനിക നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഒരു സൈനിക നടപടി പാകിസ്ഥാന് നേരെയും പാകിസ്ഥാനകത്തുമായി നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നയതന്ത്ര രംഗത്ത് നമ്മൾ എടുത്തിട്ടുള്ള നടപടികൾ, ഇൻഡസ് നദി കരാറ് അബയൻസിൽ വെക്കുന്നതുൾപ്പെടെ അതൊരു ആദ്യത്തെ ഘട്ടം മാത്രമാണ്. ഇന്നലെ സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി. അവിടെ ഗവൺമെന്റിന് എല്ലാ പാർട്ടികളുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് ശക്തമായ ഒരു മറുപടി നൽകണം എന്ന കാര്യത്തിന്. അപ്പോൾ അതിനെ കുറിച്ച് തിരിച്ച് തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ എന്തായിരിക്കും അത് എന്നുള്ളത് ആ നടപടി ഉണ്ടായ ശേഷമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പണ്ട് ബാലാക്കോട്ട് നടത്തിയതുപോലെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായേക്കാം. അത് ഇത്തവണ ഈ ഭീകര സംഭവം അത്ര ക്രൂരമായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഒരു പടി ഉയരത്തിലായിരിക്കണം ഇനി നടക്കാൻ പോകുന്നത്. അതേസമയം നമ്മൾ ഓർക്കേണ്ടത് പാകിസ്ഥാൻ അണ്വായുധങ്ങളുള്ള ഒരു രാജ്യമാണ്. മാത്രമല്ല ഇന്ത്യയെക്കാൾ എത്രയോ ചെറുതും ദുർബലവുമായ ഒരു രാജ്യമാണെങ്കിലും അവർക്ക് ഒരു സൈന്യമുണ്ട്, പട്ടാളമുണ്ട്. നമ്മൾ ഒരു തുറന്ന യുദ്ധത്തിന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ എടുക്കുന്ന നടപടി ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും. അതൊരു അണ്വായുധ യുദ്ധത്തിലേക്ക് നയിക്കരുത്, അതൊരു ഓപ്പൺ കൺവെൻഷണൽ വാറായി മാറരുത് എന്ന് ഈ 2 കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ലിമിറ്റഡ് റിറ്റാലിയേഷൻ ആണ് സാധ്യത. ഇന്ത്യക്കുള്ളിൽ എന്തായിരുന്നാലും തീർച്ചയായും വീണ്ടും നമ്മുടെ അന്വേഷണ ഏജൻസികളും സെക്യൂരിറ്റി ഏജൻസികളും എല്ലാം ഈ ഭീകരരെ തുണയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കും, വേണ്ട നടപടികൾ എടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ഈ ടെററിസ്റ്റിന്റെ തന്നെ ഉദ്ദേശം ഇതൊരു കമ്മ്യൂണൽ ധ്രുവീകരണമായി മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു. അപ്പൊ അതിന് മറുപടിയായി എടുക്കുന്ന നമ്മുടെ സുരക്ഷാ നടപടികളും ഒരു കാരണവശാലും ഒരു കമ്മ്യൂണൽ ധ്രുവീകരണത്തിന് വേണ്ടി വഴി ഒരുക്കരുത്. അത് വളരെ ഒബ്ജക്റ്റീവായിട്ടും എവിടെയാണോ പ്രശ്നം, ആരാണോ പ്രശ്നം എന്നത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ട നടപടികളാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ ഈ ചർച്ചയിൽ തന്നെ ഉന്നയിച്ചിരുന്നു ഈ ഖാജ ആസിഫിൻ്റെതായി വന്നിട്ടുള്ള പരാമർശങ്ങൾ, ഇഷാഖ് ദാറിന്റെ പരാമർശങ്ങളൊക്കെയും ഒരർത്ഥത്തിൽ ഭീകരപ്രവർത്തനങ്ങളിൽ അവരുടെ പങ്ക് വെളിവാക്കുന്നതാണ്. എങ്ങനെയാണ് പാകിസ്ഥാൻ ഭീകരരെ ഊട്ടി വളർത്തുന്നതെന്ന് തെളിയിക്കുന്നതാണ്. അതിനുമപ്പുറം ഇപ്പോഴും
അവരുടെ നിലപാട് എന്ത് എന്നത് വ്യക്തമാക്കുന്നതുമാണ്. അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണോ താങ്കൾ കരുതുന്നത്? അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ പൂർണ്ണമായും ഉറപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ എൻവോയ്സിനെ ഒക്കെ വിളിച്ചു വരുത്തി എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ നിലപാട് എന്നത് അവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പല ലോകരാഷ്ട്രങ്ങളും ഇന്ത്യക്ക് പരസ്യ പിന്തുണ ഉറപ്പു തന്നിട്ടുണ്ട്. അവിടെ പാകിസ്ഥാന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്തായിരിക്കും? ലോക സമൂഹം ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെയാണ്. പാകിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങളുടെ വലിയൊരു ശിരാകേന്ദ്രമാണെന്നുള്ളത് ലോകത്തെ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവരെല്ലാവരുടെയും പിന്തുണ, മോറൽ സപ്പോർട്ട് ഇന്ത്യക്ക് എന്നും ഉണ്ടാവും. എന്നാൽ പ്രാക്ടിക്കലായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരാരും ഡയറക്റ്റായിട്ട് ഇടപെടാനുള്ള സാധ്യതയില്ല. ഇതിനു മുമ്പ് ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, പ്രത്യേകിച്ചും കാർഗിലിന്റെ സമയത്ത് അമേരിക്കയാണ്. എന്നാൽ ഇപ്പോഴത്തെ അമേരിക്കൻ ഭരണകൂടം ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ ഇടപെടാൻ ഇനിയില്ല, ഇപ്പൊ ഉള്ള പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ, ഒരു ഉദാഹരണത്തിന് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് തന്നെ എങ്ങനെ കഴിയുന്നതും പെട്ടെന്ന് പിന്മാറാൻ സാധിക്കും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ ലോക സമൂഹത്തിൽ നിന്നും വലിയൊരു പിന്തുണ, മോറൽ സപ്പോർട്ടിന് ഉപരി നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ആരും കൂടെ വരില്ല. പാകിസ്ഥാൻ എന്നത് ഇന്ത്യയുടെ ഒരു തലവേദനയാണ്. അത് ഇന്ത്യ തന്നെ പരിഹരിക്കേണ്ടി വരും. അതിന് വേണ്ട പരിഹാര മാർഗങ്ങൾ ഇന്ത്യക്ക് തന്നെ കണ്ടെത്തേണ്ടി വരും. ബാക്കിയെല്ലാം ഇങ്ങനെ പ്രസ്താവനകളും മറ്റ് എന്തെങ്കിലും UN സ്പീച്ചസും എല്ലാം വന്നെന്നിരിക്കും. പക്ഷെ അതിൽ കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടൊന്നും ഉണ്ടാകാൻ വഴിയില്ല. തീർച്ചയായും ഇപ്പോൾ നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു നടപടി നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അമിത്ഷായുടെ വസതിയിൽ എങ്ങനെ ഈ കരാർ റദ്ദാക്കിയ നടപടികൾ പ്രാവർത്തികമാക്കാം എന്നത് സംബന്ധിച്ചുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അതിന്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പെട്ടെന്ന് ഒരു ഇമ്പാക്റ്റ് ആ ഒരു നടപടിയിലൂടെ ഉണ്ടാക്കുക സാധ്യമല്ല. അതിന് ധാരാളം തയ്യാറെടുപ്പുകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊരു യുദ്ധപ്രഖ്യാപനമായി തന്നെയാണ് ആ നദീജല കരാർ റദ്ദാക്കിയ നടപടിയെ പാകിസ്ഥാൻ കാണുന്നത്. പാകിസ്ഥാൻ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെ വേഗത്തിൽ പ്രാവർത്തികമാക്കാനും അതിലൂടെ കൃത്യമായ നടപടി ഉറപ്പുവരുത്താനും കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? അത് പ്രാവർത്തികമാണോ, സാധ്യമാണോ അത് വേഗത്തിൽ നടപ്പിലാക്കുക എന്നത്? ഈ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി നമ്മൾ റദ്ദാക്കിയിട്ടില്ല. അതിനെ അബേയൻസിലാണ് വെച്ചിരിക്കുന്നത്. ഫോറിൻ സെക്രട്ടറി അത് സംബന്ധമായി നടത്തിയ ആ ഒരു പ്രസ് കോൺഫറൻസ് ശ്രദ്ധിച്ചാൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ആഗ്രഹിക്കുന്ന ഭീകരവിരുദ്ധ നടപടികൾ പാകിസ്ഥാൻ എടുക്കും എന്നാണ് ഇന്നും ഇന്ത്യയുടെ പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഇത് അബേയൻസിൽ വെച്ചിരിക്കുന്നത് തന്നെ ഒരു കണ്ടീഷണലായിട്ടാണ്. പാകിസ്ഥാൻ ഭീകരപ്രവർത്തകർക്കെതിരെ നടപടി എടുക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ്. ഇത് ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. ഇത് അബേയൻസിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊരു ഭീഷണി മാത്രമാണ്. നമ്മൾ പാകിസ്ഥാൻ ഒരു സിഗ്നൽ നൽകുവാണ്. ഇനിയും ഇതുപോലുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ തുടർന്നാൽ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഭീകരപ്രവർത്തകർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഇന്ത്യക്ക് വേറൊരു മാർഗം ഉണ്ടാകില്ല. ഈ കരാർ റദ്ദ് ചെയ്യുകയും അതിനെ തുടർന്നുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുക മാത്രമേ വഴി ഉണ്ടാകുള്ളൂ. അതിൽ നിന്നും പാകിസ്ഥാൻ ജനതയ്ക്ക്, പ്രത്യേകിച്ചും അവിടുത്തെ കർഷകർക്ക് തീരാ നഷ്ടം ഉണ്ടാകും എന്ന ഒരു സിഗ്നലാണ് ഇന്ത്യ പാകിസ്ഥാൻ അയച്ചിരിക്കുന്നത്. ആ സിഗ്നൽ അവിടെ ഏറ്റു, അവരത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് അവരിതൊരു യുദ്ധപ്രഖ്യാപനമാണ് എന്ന് ആരോപിച്ചിരിക്കുന്നത്. തീർച്ചയായും അവര് പറയുന്ന പോലെ ഒരു വാട്ടർ വാർഫെയർ നടത്താൻ സാധിക്കും ഇന്ത്യക്ക് വേണ്ടി. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളെ തിരിച്ചുവിടാൻ സാധിക്കും എന്ന ഒരു ഭീഷണി തന്നെയാണ് നമ്മൾ മുഴക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട. ശരി, വളരെ നന്ദി ശ്രീ വേണു രാജാമണി ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്.
എന്തായാലും കനത്ത തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് നൽകാൻ തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. നമുക്ക് ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ PM നാരായണൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് നദീജല കരാർ മരവിപ്പിച്ച തീരുമാനം അത് കർശനമായി നടപ്പാക്കാൻ തന്നെ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. പാകിസ്ഥാന് വെള്ളം നൽകാതിരിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു, അതിന് ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ 3 തയ്യാറാക്കുന്നു എന്ന് ജല കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ അതിന്റെ സാധുത എത്രമാത്രം എന്നതാണ് നേരത്തെ ഉയർത്തിയ ചോദ്യം. താങ്കൾക്ക് എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കാൻ കഴിയുക? ഇന്ത്യയെ സംബന്ധിച്ച് ജലത്തിന്റെ ഒഴുക്കാണല്ലോ, അത് തടയുക, അത് പൂർണ്ണമായും ഇന്ത്യയിൽ നിലനിർത്തുക, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തുക, അതുവഴി പാകിസ്ഥാൻ ഒരു മറുപടി നൽകുക എന്നത് എത്രമാത്രം പോസിബിളായ കാര്യമാണ്? അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഏറ്റവും ആദ്യം നൽകുന്ന മറുപടി എന്ന നിലയിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണോ അത്? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു തീരുമാനമാണെന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്പം കാലതാമസം ഉണ്ടാവും. കാരണം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു എടുത്തുചാടിയിട്ടുള്ള തീരുമാനങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. കാരണം ഇതെല്ലാം സ്ട്രാറ്റജിക് ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. ഇപ്പൊ നമ്മളൊരു കരാറിൽ റദ്ദാക്കിയത് കൊണ്ട് മാത്രം ഈ പുഴയിൽ നിന്നും വെള്ളം ഒഴുകി പോകുന്നു നിൽക്കുന്നില്ല. അതിന് ചില ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുള്ള പദ്ധതികൾ തീരുമാനിച്ച് ഉറച്ച് ഓരോ അടിവെപ്പിലൂടെ അത് ചെയ്തു തീർക്കുക എന്നുള്ള ഒരു ഡിറ്റർമിനേഷനോടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ഈ സിന്ധു നദീജല കരാർ ഇത്രയും പ്രധാനപ്പെട്ടതാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ നാടാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. വെള്ളം ഇല്ലാതായി കഴിഞ്ഞാൽ ആ രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും പഞ്ചാബിലും സിന്ധിലും ഈ മേഖലയിലൂടെയാണ് ഈ വെള്ളം ഒഴുകി പിന്നെ അറബിക്കടലിലേക്ക് പോകുന്നത്. അതായത് ഇന്ത്യയിൽ ഉത്ഭവിക്കുന്ന നദികൾ പാകിസ്ഥാനിലൂടെ ഒഴുകി അറബിക്കടലിലേക്ക് ലയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ വെള്ളമില്ലാതായി കഴിഞ്ഞാൽ പാകിസ്ഥാനിന്റെ കൃഷി വ്യവസ്ഥ, ഇന്ത്യയിലെ പോലെ തന്നെ കർഷകരുടെ നാടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്, അവരുടെ കൃഷി വ്യവസ്ഥ, കാർഷിക വ്യവസ്ഥ മുഴുവൻ അട്ടിമറിയും. ഇത് പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലാക്കും. ഇപ്പോൾ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു നാടാണ് പാകിസ്ഥാൻ എന്നത്. ഇത് പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലാക്കും. അത് മാത്രവുമല്ല, ഇത് പാകിസ്ഥാന്റെ ഇൻഫ്ലേഷൻ എത്രയാണെന്നറിയോ? 39% അവിടെ പണപ്പെരുപ്പം വന്നത്. പാകിസ്ഥാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 21%. ഇപ്പം അല്പം കുറഞ്ഞിട്ടുണ്ടെന്നുള്ള വേറെ കാര്യം. IMF നിന്നും 26ാമത്തെ തവണ, ലോകത്ത് ഏറ്റവും കൂടുതൽ തവണ IMF നിന്നും കടം വാങ്ങിയിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഈ രാജ്യം എന്നത് വളരെ ഫ്രാഞ്ചൈൽ ആയിട്ടുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രിട്ടിക്സിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണത്. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കഷ്ടമാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിസന്ധി ജനരോഷത്തിനും അതേപോലെ ബലൂചിസ്ഥാനിൽ നടന്ന ഇതിനെല്ലാം ഉള്ള ഒരു ഒറ്റമൂലിയായിട്ടാണ് പലപ്പോഴും പാകിസ്ഥാൻ ആർമി ഈ കാശ്മീരിനെ എടുത്ത് ഉപയോഗിക്കാറുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം പാകിസ്ഥാനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ നോക്കൂ എന്ന് പറയുകയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കാശ്മീരിനെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം പാകിസ്ഥാൻ എല്ലാ കാലത്തും ഉണ്ട്. അത് തന്നെയാണ് ഇപ്പം ഇവിടെ കാശ്മീരിൽ അവർ ചെയ്തിരിക്കുന്നത്. ഇത്ര ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്ത്യയുടെ ഭാഗത്തുള്ള കാശ്മീരിലെ ജനങ്ങളെ ഉപദ്രവിക്കാൻ പാകിസ്ഥാൻ ഒരിക്കലും മെനക്കെടാറില്ല എക്സ്പ്ലിസിറ്റ് ആയിട്ട്. കാരണം പക്ഷെ അതാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഈ ടൂറിസ്റ്റുകളെ ആക്രമിക്കുന്നതിലൂടെ അവരുടെ വരുമാന മാർഗത്തെയാണ് പാകിസ്ഥാൻ ഇല്ലാതാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഈ കാശ്മീരിന്റെ ചരിത്രത്തിൽ, ഇത്രയും നാളുള്ള ചരിത്രത്തിൽ ഒരിക്കലും ടൂറിസ്റ്റുകളെ, വിനോദസഞ്ചാരികളെക്കെതിരെ അക്രമം ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. പക്ഷെ അത് ചെയ്യുന്നതിലൂടെ ഇന്ത്യയുടെ ഭാഗമുള്ള കാശ്മീരിലെ ജനങ്ങൾക്ക് പോലും പാകിസ്ഥാനോടുള്ള ഒരു സിമ്പതി പലർക്കും ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതിന് വലിയ രീതിയിലുള്ള കോട്ടം വന്നിട്ടുണ്ട്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, ഇന്ത്യക്ക് ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ആംഡ് കോൺഫ്ലിക്റ്റിനേക്കാളും കൂടുതൽ പാകിസ്ഥാനെ മെരുക്കിയെടുക്കാനുള്ള ഒട്ടനവധി ആയുധങ്ങൾ ഇന്ത്യയുടെ കയ്യിലുണ്ട്. നേരത്തെ ചില ആളുകൾ സൂചിപ്പിച്ച ബി ചില ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള അറ്റാക്കുകൾ നടത്താനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും റാവൽപിണ്ടിയിൽ നമുക്ക് ഇതും ഒരു കാര്യമുള്ളത്. ഇന്ത്യ ഈ ഇതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ അറ്റാക്ക് ചെയ്തപ്പോൾ പാകിസ്ഥാനെ ഡിനേ ചെയ്യുകയാണ് ചെയ്തത്. നമ്മളെ മേലെ അങ്ങനെ അറ്റാക്കൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഇന്ത്യ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് പാകിസ്ഥാൻ അംഗീകരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല.
ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ റാവൽപിണ്ടിയിൽ ഒരു മദ്രസ ഉണ്ട്. അവിടെ ഒരു ജിഹാദി മദ്രസ. കഴിഞ്ഞ 3 ആഴ്ച മുമ്പാണ് അവിടുത്തെ ഒരു മെയിൻ പ്രീസ്റ്റിനെ ഒരു ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇത്തരത്തിലുള്ള വളരെ വിചിത്രമായിട്ടുള്ള ചില അറ്റാക്കുകളെല്ലാം പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പൊ ഇത് ഇന്ത്യക്ക് ആംഡ് കോൺഫ്ലിക്റ്റിനേക്കാളും കൂടുതൽ പാകിസ്ഥാനെ മെരുക്കിയെടുക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യം. തീർച്ചയായും സൈനിക നടപടി എന്നത് പറയുമ്പോൾ പാകിസ്ഥാന് നിഷേധിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നടപടികൾ പഹൽഗാമിന് പകരം വേണം എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. ഒരു തരത്തിലും നിഷേധിക്കാൻ കഴിയാത്തത് അതാണ് സർജിക്കൽ സ്ട്രൈക്കിനേക്കാൾ ബലാക്കോട്ടിൽ നടന്നതിനേക്കാൾ കൂടുതൽ ഉള്ള ഒരു മിലിറ്ററി ഓപ്പറേഷൻ എന്ന ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹങ്ങൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളൊക്കെയും പരിശോധിക്കുമ്പോൾ തോന്നുന്നത് അതാണ്. ഒരു കാലത്തും നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മറുപടി വേണം എന്നത്. ശ്രീ രാജ്മോഹൻ, ഇവിടെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വ്യാപകമായ തെരച്ചിൽ കശ്മീരിൽ വീടുകളിൽ നടക്കുന്നു എന്നതാണ്. ഭീകരർ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. അത് പഞ്ചാബിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നു. NIA പഞ്ചാബിൽ പരിശോധന നടത്തുന്നു. കശ്മീരിൽ സൈന്യവും പോലീസുമാണ് പരിശോധന നടത്തുന്നത്. അപ്പോൾ ഭീകരർ കൂടുതൽ ഇന്ത്യയിൽ എത്തിപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ഇന്ത്യയെ മുറിവേൽപ്പിക്കുക, ഇപ്പോൾ കുറച്ച് ഭീകരരെ ഇറക്കിവിട്ട് പാവപ്പെട്ട ഒന്നും അറിയാത്ത വിനോദസഞ്ചാരികൾക്ക് മേൽ തോക്കു ചൂണ്ടി അവരെ നിറയൊഴിച്ച് അവരെ വധിച്ച് വളരെ പെട്ടെന്ന് അവരത് സാധ്യമാക്കിയതാണ്. അപ്പോൾ നുഴഞ്ഞു കയറി ഭീകരർക്ക് ഇന്ത്യയെ ഇനിയും വേദനിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? അങ്ങനെ ഭയപ്പെടേണ്ടതുണ്ടോ? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആക്ഷൻ എന്ന് പറയുന്നത് മിലിറ്ററി ആക്ഷൻ പറഞ്ഞു, ഡിപ്ലോമാറ്റിക് ആക്ഷൻ പറഞ്ഞു. ഇതിന്റെ വേറൊരു ആക്ഷനാണ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ കേസ്. അപ്പോൾ ഈ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ആണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരുപാട് എവിഡൻസുകൾ കളക്ഷൻ ചെയ്യാണ്ട് ഒരുപാട് തെളിവുകൾ ശേഖരിച്ച് ഡിജിറ്റൽ തെളിവുകൾ, ബാക്കി തെളിവുകൾ കൂടാതെ അക്യൂസ്ഡിനെ ഈ നമ്മൾ പുകച്ച് പുറത്ത് കാണിക്കണം. അതിനാണ് ഇപ്പോൾ ഇവിടെ ഫ്രീക്വന്റ് റൈഡ്സ് കണ്ടക്ട് ചെയ്യാണ്. ഇപ്പം ഒരു ഏരിയ മുഴുക്ക കോർഡൺ ചെയ്തിട്ട് ലോക്കൽ പോലീസും CRPF-ഉം പിന്നെ NIA-യും ബാക്കി മിലിറ്ററിയും എല്ലാം കൂടി കമ്പൈൻഡ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തിട്ട് അവിടെ ഇപ്പം നമ്മൾ എല്ലാ പ്രതികളെയും അന്വേഷിച്ചു. അവിടെ ഇപ്പം ഓൾറെഡി 3-4 ആൾക്കാർ ഈ ആക്ട് നടത്തിയ ആൾക്കാരുണ്ട്. അവരെ ഇപ്പോഴും വിത്തിൻ 2-3 ഡേയ്സിനുള്ളിൽ അവരെ അല്ലെങ്കിൽ കഴിയുന്ന വേഗം അവരെ നമ്മൾ പിടിക്കും, അല്ലെങ്കിൽ അവരെ കൊല്ലപ്പെടും. ആ നിലയിലാണ് ഇപ്പം കാര്യങ്ങൾ അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓപ്പറേഷൻ നടത്തിയ ഈ വെടിവെപ്പ് നടത്തിയ തീവ്രവാദികൾ അവിടുന്ന് ഈ നമ്മുടെ ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഇവിടത്തേക്ക് വന്ന ആൾക്കാർ തന്നെയാണ്. ഇത്തരത്തിൽ ബോർഡർ ക്രോസ് ചെയ്തിട്ട് പല ആൾക്കാരെയും കയറ്റി വിട്ടിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. കാരണം പാകിസ്ഥാൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ ബോർഡർ ഏരിയയിൽ ഒരുപാട് അവരുടെ മദ്രസകളും ഇവരുടെ ലഷ്കറുകളുടെ ഈ ബ്രീഡിംഗ് സെന്റേഴ്സ് ഉണ്ട്, അവിടെ ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്. അവിടത്തേക്കന്നെ നമ്മളെ ഇപ്പം ചില ഇന്ത്യക്കാർ അവിടുത്തെ പണ്ട് 2009 കേരളത്തിൽ ചില ആൾക്കാർ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് പോയിട്ട് മരണപ്പെട്ട കേസ് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഈ നമ്മളെ ബോർഡറിലാണ് അവരുടെ, അതായത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൻ്റെ ആണ് ഇത് മിക്ക ഇവരുടെ ട്രെയിനിങ് സെന്റേഴ്സ് ഉള്ളത്. ആ ട്രെയിനിങ് സെന്ററിലാണ് ഈ എല്ലാ തീവ്രവാദ ലീഡേഴ്സും എല്ലാ ആൾക്കാരും കൂടി മദ്രസ അടക്കം അവിടെ ക്ലാസ് എടുക്കുന്നത്, അവിടെ അവരുടെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ ഇന്ത്യക്കെതിരായിട്ട് ഫൈറ്റിന് വേണ്ടി അവരെ തയ്യാറെടുപ്പിക്കുന്നത്, അവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്, വെപ്പൺ ട്രെയിനിങ് കൊടുക്കുന്നത്, അതിനുശേഷം അവിടുന്ന് ഒരാളെ കടത്തിവിടുകയാണ്. അത് പഞ്ചാബിലേക്ക് അടക്കാം, ബോർഡർ ഏരിയയിലൊക്കെ കടത്തിവിടാം. അത്തരത്തിൽ കടത്തിവിട്ട ആൾക്കാരാണല്ലോ ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പിടിക്കപ്പെടുമ്പം ഇനി അടുത്ത സ്ഥലത്തേക്ക് ആൾക്കാർ വിടും. അതുകൊണ്ടാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇൻവെസ്റ്റിഗേഷനും അതുകൂടാതെ അതിന്റെ ഓപ്പറേഷൻസും നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സും NIA-യും ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി കൂടി കണ്ടക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് എല്ലാ തെളിവുകളും ശേഖരിക്കണം. ഈ തെളിവുകളാണ് നമ്മൾ നാളെ വേൾഡ് കമ്മ്യൂണിറ്റി മുന്നിൽ കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ എന്താണ് സംഭവിച്ചെന്നും പാകിസ്ഥാൻ ഏത് ടൈപ്പ് കൺട്രിയാണെന്നും അത് ഒന്നുകൂടെ അടിവരയിട്ട് പറയുന്നതാണ്. കാരണം അതിനായിട്ട് എവിഡൻസുകൾ കൊണ്ട് എല്ലാ എക്സ്പ്ലിസിറ്റായ എവിഡൻസുകൾ കംപ്ലീറ്റ് നമ്മൾ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മുന്നേ മറ്റ് രാഷ്ട്രത്തിന് മുന്നിൽ വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പം കഴിഞ്ഞ
കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തഹാവൂർ റാണയെ പിടിച്ചപ്പോൾ ഹെഡ്ലിയെ പിടിച്ചപ്പോഴും നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കേസ് തയ്യാറാക്കി. ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് നമ്മൾ വേൾഡ് കമ്മ്യൂണിറ്റി മുമ്പിൽ കൊടുത്തപ്പോഴാണ് അവർ കൺവിൻസ്ഡ് ആണ്. കാരണം ഹെഡ്ലിയും ഈ തഹാവൂർ റാണയൊക്കെ ഈ മുംബൈ അറ്റാക്കിന് മുന്നേ ആയിട്ട് റിക്കി കണ്ടക്ട് ചെയ്ത ആൾക്കാരാണെന്നുള്ള എല്ലാ വിവരങ്ങളും ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തി ആ റിപ്പോർട്ടിന് മുകളിലാണ്. അപ്പൊ ഇവിടെയും ഇതേപോലെ റിപ്പോർട്ട് നമ്മൾ തീർച്ചയായിട്ടും വേൾഡ് കമ്മ്യൂണിറ്റി മുന്നിൽ വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വേൾഡ് കമ്മ്യൂണിറ്റി മുഴുക്ക എല്ലാ കൺട്രീസിനും പറയാൻ പറ്റും ഈ ഓൾറെഡി അത് ലൈം ലൈറ്റിൽ വന്നതാണ്. പക്ഷെ പാകിസ്ഥാൻ സ്റ്റിൽ ഇത് അവർ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ സൈനിക നടപടികൾ എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ക്രെഡിബിലിറ്റിയും അവരെല്ലാം ബാധിക്കുന്ന. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ എം ഇന്ദ്രബാലൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്, റിട്ടയർഡ് മേജർ ജനറൽ. ശ്രീ ഇന്ദ്രബാലൻ, ഇവിടെ ഇപ്പോൾ നയതന്ത്ര തലത്തിൽ ആദ്യ മറുപടി ഇന്ത്യ നൽകിക്കഴിഞ്ഞു. പക്ഷേ അതിന് തങ്ങളുടേതായ നിലയിൽ പാകിസ്ഥാൻ അവരുടെ തലത്തിലും നടപടികൾ എടുത്തു. നദീജല കരാറിന് പകരം ഷിംല കരാർ അവർ മരവിപ്പിക്കുന്നു. അങ്ങനെ ബാക്കി എല്ലാ തരത്തിലുമുള്ള നടപടികൾ അവരും സ്വീകരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ പഹൽഗാമിൽ കാണിച്ച മുറിവിന് കൃത്യമായ മറുപടി എന്ന് പറയുമ്പോൾ ഇതിൽ പോരാ, ഇതിനപ്പുറമുള്ള മറുപടി വേണം എന്നതാണ് ഉയരുന്ന വികാരം. അതുതന്നെയാണ് നമ്മുടെ നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. പ്രധാനമന്ത്രി ഇന്നലെ നൽകിയതും അതിന്റെ സൂചനകൾ തന്നെയാണ്. ഇപ്പോൾ ഭീകരർക്കായുള്ള തെരച്ചിൽ നടക്കുന്നു, ഭീകര ക്യാമ്പുകൾക്ക് നേരെ നടപടി ഉണ്ടാകുന്നു, ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിലൂടെ തകർക്കുന്നു എന്നതിനപ്പുറം പാകിസ്ഥാന് ഈ കാര്യത്തിൽ ഒരു സൈനിക മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? താങ്കൾ അതിന്റെ സാധ്യത എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യയുടെ മറുപടിയും പാകിസ്ഥാന്റെ മറുപടിയും ഇതൊരു എസ്കലേറ്ററി മോഡിലാണ് പോകുന്നത്. പക്ഷെ പാകിസ്ഥാന്റെ മറുപടി ഷിംല അഗ്രിമെന്റിനെ അവർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് ലൈക്ക് എ സെൽഫ് ഗോൾ. എന്തിനാണ് സെൽഫ് ഗോൾ എന്ന് മനസ്സിലാക്കണം. ഷിംല അഗ്രിമെന്റ് ഇറ്റ് വാസ് സൈൻഡ് ഇൻ 1972. After 1971 war, when Pakistan lost miserably to India, it is one of the biggest victories India has had. Out of 92,000 soldiers, 93,000 soldiers we had captured, POWs, which we left. We dismembered Pakistan and Bangladesh was created. For 72 Shimla Accord, Pakistan first agreed to come to their knees and stop the war. Second, they agreed to recognize Bangladesh or nation akita recognize chedu. Pinne CFL, ceasefire line, 1947 le UN brokered ceasefire line ne LOC മാറ്റി എടുക്കാനായിട്ട് അവർ അഗ്രി ചെയ്തു. And all Kashmir issues will be bilateral issues. No third party will be involved. അതിനും അവർ അഗ്രി ചെയ്തു. They agreed it because of India's might. ഇതിനെ അവർ സസ്പെൻഡ് ചെയ്യുമ്പോൾ they were only going to suffer. അതെന്താ reason? CFL line, if you are not saying this is LOC anymore, India has full freedom irukku. India the line cross cheyidittu endu panichalu namukku cheyyam. Because now the CFL, ceasefire line, it's just a local agreement. It's local acceptance, military to military. And UN was broken. So that freedom is there. Secondly, the Bangladesh, it is already created. Now saying I will not agree Bangladesh as a nation has no meaning. So with Shimla agreement gone, India would has gone full freedom of right of action of what it wants to do. So it is like a self goal which Pakistan has hit upon itself. Avuru nammade Indus Water Treaty la edirayitte ninnittu they want to try showcase something. But that is not the main point. Avuru how much they will be affected, nammade previous speaker has beautifully covered how why they will be completely destroyed if we impress or we implement the Indus Water Treaty abrogation. We have not abrogated so far. But simultaneously, government is obviously not keeping quiet. They've already eliminated number of terrorists. The terrorist houses have been destroyed, and we are constantly pursuing on military level, intelligence level, covert level, and many other levels. These are actions our number government release cheyam pattilla, release cheyam paadilla. Karanam, if you announce a military action, you can be assured it will not happen.
Every military action is always a surprise action. But government's kayil kore options undu. The options includes simple things or what we have done in the past. Surgical strike in the missile strikes in the you can go for across the border action, going for a bat action, artillery shelling, heavy artillery shelling on Pakistani post, raised some of their posts to ground, start localized attacks and capture enemy posts ആ സൈഡിൽ പോയിട്ട് ഇതെല്ലാത്തിനും ഇപ്പോൾ ഫ്രീഡം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രീഡം ഉണ്ട്. We also have the moral right to do it after what Pakistan has done. But അതൊക്കെ ചെയ്തിട്ട് will you achieve the result that you are looking for? നമുക്ക് എന്താ റിസൾട്ട് വേണ്ടത്? We have to ensure that ഇങ്ങനത്തെ ഇൻസിഡന്റ് റിപ്പീറ്റ് ആവാൻ പാടില്ല. You can keep punishing. We can punish Pakistan in many ways. But how do we ensure that something like this Pakistan does not do again? Adu cheyanayittu we have to take much bigger measures. Our measures, one of the 4 measures that government has announced, they are all very big measures because one, this will weaken Pakistan. പാകിസ്ഥാന്റെ ജനങ്ങള് അവരുടെ ഗവൺമെന്റിന്റെ മേലിന് പ്രഷർ ഇടും that if വെള്ളം if they stop from Indus Valley, സിന്ധുയുടെ വെള്ളം നിർത്തി കഴിഞ്ഞാൽ അവരുടെ എക്കണോമി ഫുൾ പോകും പറഞ്ഞിട്ട് ആ പ്രഷർ വരും. The who is kind of whipping up this entire emotion is the Chief of Army Staff of Pakistan. He has to be replaced. We have to make measures to ensure that the Chief of Army of Pakistan is replaced and weakened in his position. Adinu government endu cheyanam? I'm sure a lot of things government can do. It can do. Thirdly, ee attack in the back ile masterminds arakyan. Who are the perpetrators? Who are the brains behind it? Who are the funders? Avരുടെ പുറകെയാണ് പോകേണ്ടത്. What did Israel do? They have gone and hit at all the leaders of Hamas. അവരെ ഓരോന്നായിട്ട് എലിമിനേറ്റ് ചെയ്തു. അങ്ങനത്തെ ആക്ഷൻ ചെയ്താലേ we are able to completely eliminate the terrorist action. Yes, localized military action will have a tremendous impact, but it may not entirely stop Pakistan from what it is doing. ശരി, നമുക്കൊപ്പം ഇപ്പോൾ ശ്രീ KP ഫാബിയൻ കൂടി ചേരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ KP ഫാബിയൻ കേൾക്കാമോ? ശ്രീ ഫാബിയൻ, താങ്കൾക്ക് കേൾക്കാമെന്ന് ഞാൻ കരുതുകയാണ്. ഒരു യുദ്ധത്തിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങുമോ എന്ന സംശയം നിലനിൽക്കുകയാണ്. ഒരു ശക്തമായ തിരിച്ചടിയുടെ സൂചനകൾ വന്നു കഴിഞ്ഞു. എന്താണ് പാകിസ്ഥാനിലെ ആഭ്യന്തര സാഹചര്യങ്ങളെന്ന് നമുക്കറിയാം. ഒരു യുദ്ധം താങ്ങാനുള്ള ശേഷി പാകിസ്ഥാനെ സംബന്ധിച്ചുണ്ടോ എന്നത് സംശയമാണ്. നമ്മുടെ ഈ ചർച്ചയിൽ അതൊക്കെ ഉയർന്നു വന്ന വിഷയങ്ങളാണ്. മാത്രവുമല്ല, അന്താരാഷ്ട്ര തലത്തിൽ നോക്കിയാൽ വാണിജ്യ യുദ്ധത്തിലല്ലാതെ മറ്റ് യുദ്ധങ്ങൾക്ക് താല്പര്യമില്ലാത്ത നിലയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് ആഗോള സാഹചര്യം? ഇന്ത്യയെ സംബന്ധിച്ച് ഒരു മിലിറ്ററി ആക്ഷനിലേക്ക് പോയാൽ ഇന്ത്യക്ക് പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകളുണ്ടോ? ഇന്ത്യ അതിന് തുനിയുമോ? താങ്കൾ എങ്ങനെ കരുതുന്നു അതിന്റെ സാധ്യതകളെ? 2 മിനിറ്റിൽ. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കൊല്ലപ്പെട്ട വിനോദസഞ്ചാരികളുടെ കാര്യം, അവരുടെ കുടുംബങ്ങളുടെ കാര്യം. അപ്പോൾ ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പക്ഷെ അതേ സമയത്ത് തന്നെ രാഷ്ട്രത്തിന്റെ പോളിസി ഇമോഷന്റെ ബേസിൽ മാത്രം പറ്റില്ല. അത് രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങള്, ദീർഘകാല താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം. അതൊന്ന്. രണ്ടാമത്, നമ്മൾ ഇപ്പോൾ തന്നെ ഡിപ്ലോമാറ്റിക് എക്കണോമിക് പ്രഷർ ചെലുത്തി കഴിഞ്ഞു പാകിസ്ഥാന്റെ പേര്. ഒരു പക്ഷേ ഒരു മിലിറ്ററി പ്രഷറിന്റെയും കൂടി, അതായത് ബാലക്കോട്ട് പോലെ 1-2 സർജിക്കൽ സ്ട്രൈക്സിന്റെയും ആവശ്യമുണ്ട്. പക്ഷേ ഒരു യുദ്ധം തുടങ്ങുക ഇന്ത്യയുടെ താല്പര്യത്തിന് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ അത് ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. തന്നെയുമല്ല, പാകിസ്ഥാന്റെ മേൽ ഇപ്പോൾ വാഷിങ്ടണും മോസ്കോയും ബെയ്ജിങ്ങും ലണ്ടനും പാരീസും ഒക്കെ അവരും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇന്ത്യ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്ന് അത് മരവിപ്പിച്ചു വെച്ചു. പക്ഷെ ഇന്ത്യ അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ നമുക്ക് തക്കതായ ഒരു ഉറപ്പ് നൽകണം. അതായത് പാകിസ്ഥാന്റെ സോയിലിൽ നിന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ്.
അപ്പൊ ആ ഉറപ്പ് പാകിസ്ഥാൻ നൽകണം. ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ സമ്മർദ്ദത്തിന്റെ കാരണം, നമ്മുടെ ആക്ഷൻസിന്റെ കാരണം പാകിസ്ഥാൻ ആ ഉറപ്പ് നൽകുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ ഒരു യുദ്ധം നമുക്ക് ഇന്ത്യക്ക് നല്ലതല്ല, പാകിസ്ഥാന് നല്ലതല്ല, ആർക്കും നല്ലതല്ല. തീർച്ചയായും യുദ്ധം ഒരിക്കലും ഒന്നിനും നല്ലതല്ല, ആർക്കും നല്ലതല്ല, പരിഹാരവുമല്ല. പക്ഷേ പഹൽഗാം വിഷയത്തിന് ശക്തമായ ഒരു തിരിച്ചടി എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന വിഷയമാണ്. നമ്മൾ ഇതേ വിഷയം പ്രേക്ഷകരുടെ പ്രതികരണത്തിനായി ഇന്ന് ചോദിച്ചിരുന്നു. ഭീകരാക്രമണത്തിന് പകരം ചോദിക്കാൻ യുദ്ധം അനിവാര്യമോ എന്നത്. പക്ഷേ അതിൽ 79% പേരും യുദ്ധം വേണം, യുദ്ധത്തിലൂടെ പാകിസ്ഥാന് മറുപടി നൽകണം എന്ന ഒരു അഭിപ്രായമാണ് പങ്കുവെക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും.